Hello guys, welcome back to my channel Gadget Freaken. ഇന്ന് നിങ്ങൾ നമ്മുടെ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ന് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ എന്ന് പറയാം. ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ട് വഴി പർച്ചേസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ക്യാമറ ലെൻസ്. ഇന്ന് നമ്മൾ പലരും നമ്മുടെ ഫോണിൽ വരുന്ന ക്യാമറയുടെ കൂടെ ഇപ്പോൾ മൈക്രോ ലെൻസ്, മാക്രോ ലെൻസ്, വൈഡ് ആംഗിൾ ലെൻസ്, ഫിഷ് ഐ ലെൻസ്, അങ്ങനെ പല പല ടൈപ്പിലുള്ള ലെൻസുകൾ കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ലെൻസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 170 രൂപയാണ് അയക്കണേ. ഇതിൻ്റെ വില വന്നേക്കണത്. ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ്. ഞാൻ അതുവരെ തുറന്നു നോക്കിയിട്ടില്ല. തുറന്നു നോക്കാന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് മറ്റേ ബ്ലേഡ് എടുത്തൊന്ന് കീറി വെച്ചിട്ടുണ്ട് ഇപ്പോൾ തുറക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതല്ലാണ്ട് ഉള്ളിൽ സംഭവം ഒന്നും ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്ക് വന്ന ബോക്സ്. അതായത് ഈ ക്യാമറ ലെൻസ് വന്നേക്കുന്നത് ഇത്ര വലിയ ബോക്സിലാണ്. നമ്മുടെ പടത്തിൽ കണ്ടപ്പോൾ ഭയങ്കര ചെറിയതൊക്കെ ആയിരുന്നു, പക്ഷേ ബോക്സ് വലുതാണെന്നാണ്. നമുക്കത് തുറന്ന് നോക്കാം എന്തിനൊക്കെ ഉള്ളതെന്ന്. അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഉള്ളിൽ വലിയ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഇത് ഷെയ്ക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വെറുതെ ഒരു എയർ നിറച്ച പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം വെച്ചേക്കാണ്. അത് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഒന്ന് കിളിങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ലെൻസൊക്കെ ആണല്ലോ, അപ്പോൾ അത് നമുക്ക് ഗ്ലാസിൻ്റെ ലെൻസ് ആയിരിക്കും നമുക്ക് വിചാരിക്കാം, പ്രതീക്ഷിക്കുന്നു ഞാൻ. അപ്പോൾ അത് പൊട്ടാതിരിക്കാനൊക്കെ വേണ്ടി ഇത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്കിത് ആദ്യം മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ അതേ ഇത് തുറന്നു. ഇതിൽ വേറെ ഒന്നുമില്ല. അത് തുറക്കുമ്പോൾ ഇത് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കഴിഞ്ഞ 2-3 പ്രാവശ്യം എനിക്ക് ഓർഡർ ചെയ്തപ്പോൾ പ്രശ്നം തോന്നിയിട്ടുള്ളത് അവരുടെ പാക്കിങ് കുഴപ്പമില്ല, നന്നായി തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കിട്ടുന്ന പ്രൊഡക്റ്റ് സീൽഡ് അല്ല ഒന്നും. ഞാൻ ലാസ്റ്റ് ഒരു സാധനം പർച്ചേസ് ചെയ്തപ്പോൾ സീൽഡ് അല്ല അത് കിട്ടിയ ഒരു ഷൂ പർച്ചേസ് ചെയ്തപ്പോൾ. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. ആദ്യം അതിന് മുന്നേ ഇതിന് യൂണിവേഴ്സൽ ക്ലിപ്പ് ലെൻസ് എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഈ സംഭവത്തിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ വീഡിയോ, അതായത് ഇത് വെച്ചിട്ടുള്ള വീഡിയോയും ഫോട്ടോസും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങാം. അതായത് ഞാനിത് ആദ്യമായിട്ടാണ് മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇത് എങ്ങനെ എനിക്ക് തോന്നുന്നതെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ വേറെ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിനേക്കാളും നല്ല ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ വീഡിയോ എടുക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴും വരണേ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങാനായിട്ട് ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ പറയാം നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. അപ്പോൾ ഇതിൻ്റെ വില വന്നത് 170 രൂപയാണ്. ഇതുമ്മേ അങ്ങനെ സൈഡിൽ ആയിട്ടൊന്നും MRP ഒന്നും കൊടുത്തിട്ടില്ല ബോക്സുമേ. ഇനി ബോക്സ് സീൽഡ് അല്ല, അതാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നണത്. ഇതിൽ ഒരു ഫിഷ് ഐ ലെൻസ് വരുന്നുണ്ട് 180 ഡിഗ്രി, പിന്നെ 0.67 ഇതിൽ എക്സ് വരുന്ന ഒരു വൈഡ് ലെൻസ്, പിന്നെ മാക്രോ ലെൻസ്. ഈ 3 ലെൻസാണ് ഇതിൽ വന്നേക്കണത്. 3 പിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. അതായതാണ് 3 പിക്ക്. 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇത് തുറന്നു നോക്കാം. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പറയുള്ളത് മെയ്ഡ് ഇൻ ചൈനയാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇലക്ട്രോണിക് പ്രോഡക്ട്സ് ഒക്കെ ഒരു ചൈന ആണല്ലോ തന്നെ. ഈ ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഇങ്ങനെ ഒരു കേസിംഗ് ആണ്. കണ്ട, ഇതൊരു സീൽഡ് കേസിംഗ് അല്ല. അപ്പോൾ ഇത് ഷിപ്പിങ്ങിൽ ഞളങ്ങിയതാണോ അതോ ഓൾറെഡി ഇങ്ങനെ ഞളങ്ങിയിരിക്കണോ നമുക്കറിയില്ല. കാണുമ്പോൾ വലിയ വൃത്തിയൊന്നും തോന്നുന്നില്ല. പക്ഷേ നമുക്ക് തുറന്നു നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ കേസ് ആദ്യമേ വരുന്നത് ആ ലെൻസൊക്കെ ഇട്ടിട്ടുള്ള ഒരു കേസ്, വെറുതെ ഒരു സിപ്പിംഗ് ബാഗ്. അത് വലിച്ചിങ്ങനെ സിപ്പല്ല, ഇങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കോട്ടൻ്റെ ഒരു ബാഗ് വരുന്നുണ്ട്. നമുക്ക് മാറ്റിയിരിക്കാം. പിന്നെ ലെൻസ് ഹോൾഡർ. ഇതുമേ ആയിരിക്കും നമ്മൾ ലെൻസ് ഫിറ്റ് ചെയ്ത് ഫോണുമേ ക്ലിപ്പ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന സംഭവമാണിത്. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ വയ്ക്കാം താഴെ. പിന്നെ അത് ലെൻസ് കിട്ടി. 2 ലെൻസാണ് കാണാനുള്ളത്. 3 ലെൻസ് ആണ് ശരിക്കും വേണ്ട. ഇതിലിപ്പോൾ വേണ്ട, ഇതൊന്ന് 2 കാണാനുള്ളൂ. അതെ, അപ്പോൾ അത് നമുക്ക് വലുത് നോക്കാം. ഇതേത് ലെൻസാണ്. ലെൻസുമേ ഒരു ഇപ്പറ സൈഡ് ഇങ്ങനെയും ഇവിടെ ഒരു കവറിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലെൻസ് തുറന്നു വരും വേണ്ട, നല്ല അടിപൊളി
ഈ ലെൻസിൻ്റെ ഇത് പറയുകയാണെങ്കിൽ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, ഒരു ഒറ്റ കാഴ്ചയിൽ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ലെൻസ് ഇത് ഏതാണ് ഇതൊന്നും എഴുതിയിട്ടില്ല. ഇത് ഏറ്റവും വലിയ സൈസിലുള്ളത് പെട്ടിമ കൊടുത്തിട്ടുണ്ടാവുന്നത്. ഇത് ഫിഷ് ഐ ലെൻസാണ്, ഏറ്റവും വലിയ സൈസ് വരുന്നത് ഫിഷ് ഐ ലെൻസ്. ഇത് ഫിഷ് ഐ ലെൻസാണ്. അപ്പോൾ നമുക്കത് വെച്ചു. ഇതിലിപ്പോൾ നോക്കിയിട്ട് 2 കാണുന്നുള്ളൂ. ഇനി അടുത്തത് ഏതുള്ളതെന്ന് നമുക്ക് നോക്കാം. 3 ലെൻസാണ് കൊടുത്തത്. 3 ലെൻസാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത ലെൻസ് വരുന്നത്. ഇതിനുണ്ട് ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. ഇത് 2 ലെൻസ് ഒരുമിച്ച് വേണ്ടി വെച്ചാൽ അപ്പോൾ 3 ലെൻസ് ഉണ്ട്. ഇതുമ്പോൾ തന്നെ വൈഡും മാക്രോയും ഉണ്ട്. 2 ഒരുമിച്ച് സ്ക്രൂ ചെയ്ത് വെച്ചേക്കണാണ്. നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇതാണ് 0.67 വൈഡ് ലെൻസ്. ഇത് മാക്രോ ലെൻസ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരുമിച്ച് സ്ക്രൂ ചെയ്ത് അവർ വെച്ചേക്കണാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിലുള്ള. ഇത് രണ്ടും എടുത്തു വയ്ക്കുമ്പോൾ ഇതേപോലെ തന്നെയാണല്ലോ, ഒരുമിച്ച് സ്ക്രൂ ചെയ്ത് ഒരു കവറുള്ള. അപ്പോൾ ആ കവർ ഇട്ടിട്ട് വയ്ക്കലാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ ഈ ബോക്സ് ഇത്ര ഉള്ള ഈ ബോക്സിൽ ഇത് മറ്റേ വൈഡ് ഫിഷ് ഐ ലെൻസ്, പിന്നെ വൈഡും മാക്രോയും കൂടി ഒരുമിച്ച് ഒരു ഇതായിട്ട് ഇവിടെ വേറെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിയേക്കണത് 3 ലെൻസ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കേസിങ്ങിലൊക്കെ ഇത്രയാണ് വരുന്നത്. പിന്നെ ക്ലിപ്പ്, അതേപോലെ തന്നെ പൗച്ച്. ഇനി നമുക്ക് ക്ലിപ്പുമ്മ എങ്ങനെയാണ് സംഭവം ഇടണേന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫിഷ് ഏറ്റവും വലുതെടുക്കാം. ഹാൻഡിൽ ചെയ്യാനൊക്കെ ഒന്നുകൂടെ എളുപ്പമുള്ള വലിയ ലെൻസ് ആദ്യം എടുത്ത് നോക്കാം. ഇതുമൊരു സ്ക്രൂ ടൈപ്പ് കണ്ട്. അപ്പോൾ അത് എവിടെയും സ്ക്രൂയിങ് ആണ്. അപ്പോൾ നമുക്ക് ഈ ക്ലിപ്പുമ്മക്ക് സ്ക്രൂ ചെയ്ത് നോക്കാം. ഗൈസ്, ഇത് സ്ക്രൂ ചെയ്ത് കയറിയിട്ടുണ്ട്. ക്ലിപ്പുമ്മ കയറി സിമ്പിളായിട്ട്. ഇനി നമുക്കിത് ഫോണുമ്മ സെറ്റ് ചെയ്ത് നോക്കാം. ഞാനൊരു ഫോൺ എടുത്തിട്ട് വരാം. അപ്പോൾ അത് എൻ്റെ ഫോണിനെ അടുത്തുണ്ട്. അപ്പോൾ നമുക്കിതിൽ ആദ്യം തന്നെ ക്യാമറ ഓണാക്കി വേണ്ടത്. ക്യാമറ ഓണാക്കി ഞാൻ നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ മറ്റേ ഇതാണ്, ഇത് ഫിഷ് ഐ ലെൻസാണ്. നിങ്ങളുടെ എങ്ങനെ കാണുന്നത് എനിക്കറിയില്ല. ഫിഷ് ഐ ലെൻസാണിത്. ഞാൻ കളർ കൂട്ടിയിട്ട് കാണിച്ചിട്ടാണ്. ഇത് എനിക്ക് കാണണമെന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ ഫിഷ് ഐ ലെൻസ്. ഇതിൻ്റെ ഞാനൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെക്കാന്ന് ഫിക്സ് ചെയ്യാന്ന് ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ ലെൻസിൽ നിന്ന് അൺസ്ക്രൂ ചെയ്തെടുത്തിട്ട് മറ്റേ 2 ലെൻസ് ഇതേപോലെ തന്നെ ക്ലിപ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് എൻ്റെ ഈ റിയൽമി ഫോണിൽ അത് ഞാൻ ക്ലിപ്പ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാംസങ്ങിൻ്റെ A7 എന്ന് പറഞ്ഞ ഫോണാണ്. A7 2014 എഡിഷനാണ്. അപ്പോൾ അതിൽ ഞാൻ ക്ലിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ പിക്ചേഴ്സും വീഡിയോസും ക്വാളിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ആദ്യം കാണിക്കാൻ പോണത് റിയൽമിയിലാണ്, റിയൽമി C1 ഫോണിൽ. അപ്പോൾ ഞാൻ ആദ്യം ക്യാമറ ഓൺ ആക്കിയിട്ട് ഇതിപ്പോൾ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതല്ല. ഇതിപ്പോൾ ഓൾറെഡി സ്ക്രീൻ റെക്കോർഡിങ്ങിൽ എടുക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കല്ല ചെയ്യുന്നത്. ഇപ്പോൾ ഫോട്ടോ മോഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഫിഷ് ഐ ലെൻസ് ഇതിന്മേ ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫിഷ് ഐ ലെൻസ്. ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് ഊരുമ്പോഴുള്ള വീഡിയോ എങ്ങനെയാണ്. അപ്പം ഞാൻ അടുത്ത ലെൻസ് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, അടുത്തത് ഞാൻ മാക്രോ ലെൻസ്, അതായത് ഭയങ്കര ചെറിയ ഒബ്ജക്ട്സ് സൂം ചെയ്ത് കാണിക്കുന്നത്, അതായത് ചെറിയ ഇൻസെക്ഷൻ അങ്ങനത്തെ എടുക്കാൻ പറ്റുന്ന ലെൻസ് ഞാൻ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത ലെൻസിലേക്ക് കയറാൻ പോകണം. അപ്പോൾ ഗൈസ്, ഞാൻ ആ ലെൻസ് ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ബ്ലറായിട്ടാണ് കാണുന്നത്, തൊട്ടടുത്തുള്ള ഒബ്ജക്ട്സ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചെടിയുടെ ഇലയിലേക്ക് കൊണ്ടുപോകാം.
കണ്ട ഗൈസ്, ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. കണ്ടത് ഇപ്പോൾ ഒരു നല്ലൊരു ചെടിയുടെ ഇലയാണ് ഞാൻ കാണിക്കുന്നത്. ഇനിയൊരു ഒരു ഉറുമ്പ് കൊണ്ടുവന്ന് നോക്കാം നമുക്ക്. ചെറിയൊരു കുനിയാൻ ഉറുമ്പാണത്. കണ്ട ഗൈസ്, ഫോക്കസിലാണ്. ഒരു ചെടി, ഒരു പൂവ് ഞാൻ എന്താ എടുക്കണത്. ഇത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ കൈയൊന്ന് ചെറിയ ഷെയ്ക്കാണോണ്ടാണ് അത്ര ഇത് വരാത്തത്. ഞാൻ നോക്കിയപ്പോൾ നല്ല ക്ലാരിറ്റിയിൽ തന്നെ വരുന്നുണ്ട്. ഇത് വേറെ ഒരു ചെടി, ഇലമയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. കണ്ടോ, അതിനുള്ള ഓരോ ഡീറ്റെയിലിങ്ങും നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഞാൻ ഇത് ഇപ്പോൾ ഏത് ഇല എടുത്തതെന്ന് ഞാൻ ഈ ലെൻസ് ഊരി കാണിച്ചു തരാം. കണ്ടോ, ഈ ഇതാണ് ഞാൻ ഇത്ര സൂം ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഗൈസ്, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വൈഡ് ആംഗിൾ ലെൻസാണ്. അപ്പോൾ വൈഡ് ആംഗിൾ ലെൻസ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഏരിയ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകണം. അപ്പോൾ ഞാൻ ഒന്ന് കയറി നിൽക്കുന്നുണ്ട്. അതെ, അപ്പോൾ ഇപ്പോൾ സാധാരണ ക്യാമറയിൽ കാണുമ്പോൾ ഇത്ര ഏരിയയാണ് നമുക്ക് കിട്ടണത്. ഇനി ഞാൻ മോഡൽ ലെൻസ് വെച്ച് കാണിച്ചു തരാം. കണ്ട, ഇതിപ്പോൾ ഞാൻ വൈഡ് ആംഗിൾ ലെൻസ് ഇട്ടു. അപ്പോൾ ഒരു നേരത്തെ കണ്ട പോലെ ഒരു ഫിഷയുടെ പോലെ ഒരു ചുറ്റും ഒരു റിങ് പോലെ കണ്ടത്. എനിക്ക് ഈ വൈഡ് ആംഗിൾ ലെൻസ് അത്ര ക്ലിയർ ആയി തോന്നുന്നില്ല. ഈ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ കൊടുത്തേക്കണ ഈ വൈഡ് ആംഗിൾ ലെൻസ് ഈ മാക്രോ ലെൻസുമേ ഫിറ്റ് ചെയ്ത് അത് ഒരുമിച്ചൊരു ലെൻസായിട്ടാണ് വൈഡ് ആംഗിൾ ലെൻസായിട്ട് ഉപയോഗിക്കുന്നത് കൊടുത്തത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത് ഒറ്റയ്ക്ക് അതൊന്നും ഫിറ്റ് ആവണില്ല. ഈ വൈഡ് ആംഗിളിൽ നിന്ന് ഇരിക്കണ ലെൻസ് ഒറ്റയ്ക്ക് ഫിക്സ് ആവണില്ല. ഇപ്പോൾ നമുക്ക് കിട്ടിയപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ചല്ലേ കണ്ടേ. ഇപ്പോൾ ഞാനത് ഒരുമിച്ചാണ് ഫിറ്റ് ചെയ്തേക്കണേ. കാരണം അത് ഒറ്റയ്ക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ആ ഇതിൽ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. രണ്ടും കൂടി ഒരുമിച്ച് വെച്ചാലാണ് വൈഡ് ആംഗിൾ ലെൻസായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൽ കാണുന്നൊരു വിഷ്വല്. ഇത് ഊരി ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ ആ ഒരു റൗണ്ട് കാണുന്നൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലാരിറ്റി ഇല്ലാത്ത പോലെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് റിയൽമിയിൽ എടുത്താണ്. ഇനി നമുക്ക് അടുത്തത് സാംസങ് ഗാലക്സി A7 ഞാൻ നേരത്തെ വീഡിയോ റെക്കോർഡ് ചെയ്ത് പറഞ്ഞ ഷൂട്ട് ചെയ്ത ക്യാമറയിൽ കാണിച്ചു തരാം. സാംസങ്ങിൽ എങ്ങനെയുണ്ട് വൈഡ് ആംഗിൾ ലെൻസ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ക്ലിപ്പ് ചെയ്യാണ്. കണ്ട, വൈഡ് ആംഗിൾ വയ്ക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കുറയണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അല്ല, മാക്രോ ലെൻസാണ്. അപ്പോൾ ഞാൻ ലെൻസ് ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റീവ് വേണം. നേരത്തെ ഞാൻ കാണിച്ചെന്നാൽ അതേ ചെടി കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. ഈ ഫോണിൽ ഇത് ഒന്നും കൂടി അടിപൊളിയായിട്ട് കാണുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കണ്ടെടുത്തേക്ക് കൊണ്ടുവന്നുമ്പോൾ ആ ഒരു ഇലയുടെ ക്ലാരിറ്റി കണ്ട. ഞാൻ അത് ഊരി കാണിച്ചാൽ എന്തേ ഈ ചെറിയൊരു ചെടിയിൽ ഇതാണ് കാണിച്ചത്. ഇനി ഈ മുകളിൽ നിൽക്കണ പൂവ് ഞാൻ എടുത്തുനിന്ന് കാണിച്ചു തരാം. ഈ ലെൻസ് ഒന്ന് തൊട്ടെ, ലെൻസ് കണ്ട. ആ ഒരു ചെറിയ ഡീറ്റെയിലിങ് പോലും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതേ നമ്മൾ അടുത്ത ലെൻസ് നോക്കാൻ പോവാണ്. ഫിഷ് ഐ ലെൻസ്, ഏറ്റവും വലിയ ലെൻസ്. ഫിഷ് ഐ ലെൻസ് ഇടുമ്പോൾ അതിൽ കാണുന്ന ഒരു ദൃശ്യതാണ് ഇത്. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇത് കറക്റ്റ് സർക്കിളായി വരും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വീഡിയോ മോഡിലായതുകൊണ്ട് തന്നെ ആ ഒരു സ്ക്രീനിൻ്റെ സൈസ് 16:9 കിടക്കുന്നതുകൊണ്ടാണ് മുകളിലടിയിലും സർക്കിൾ ക്ലിയറായി കാണാത്തത്. നമ്മൾ ഫോട്ടോ ക്യാമറ മോഡിലാണ് കിടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലിയർ ഫിഷായി വരുന്നുണ്ട്. സോ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഈ ലെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. പിന്നെ ക്യാമറയോടുള്ള വീഡിയോയും അതേപോലെ തന്നെ പിക്ചേഴ്സും നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു.
അത്യാവശ്യം മാക്രോ ലെൻസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറയാം. പിന്നെ ഫിഷ് ഐ ലെൻസും സൂപ്പറാണ്. വൈഡ് ആംഗിൾ ലെൻസ് മാത്രമാണ് എനിക്ക് വലിയൊരു ഇത് തോന്നാഞ്ഞ, അതൊരു ക്ലിയർ അല്ല, വൈഡായിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ നമ്മുടെ ഇറങ്ങണ പുതിയ ഫോണുകളിലൊക്കെ ഇതിലും വൈഡ് ആംഗിൾ ക്യാമറ ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ മാക്രോ ലെൻസ് ഇതിൻ്റെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഫിഷ് ഐ ലെൻസും സൂപ്പർബാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങാനായിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുത്തിട്ടുണ്ടാവും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 170 രൂപയാണ്, അതായത് 169. ഇത് ഫ്ലിപ്കാർട്ട് അഷ്യൂർഡ് പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്ലസ് മെമ്പറാണ്. അപ്പോൾ നിങ്ങൾ പ്ലസ് മെമ്പർ ആണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിൽ കിട്ടും. അപ്പോൾ കറക്റ്റ് 169 രൂപയ്ക്ക് സാധനം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ക്യാമറ ട്രിക്സ്, ഫോൺ ഉപയോഗിക്കാൻ, ക്യാമറ ഷൂട്ടിങ്, ഫോട്ടോഗ്രാഫിയിലൊക്കെ താല്പര്യമുള്ള, മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇത് ഉപകാരപ്പെടും. ഇങ്ങനത്തെ സംഭവം അറിയാത്തവരാണെങ്കിൽ, അറിയണവരാണെങ്കിൽ അവരെല്ലാം ചിലപ്പോൾ ഓൾറെഡി അവർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്നുണ്ടാവും. ഇങ്ങനത്തെ സംഭവത്തെ പറ്റി അറിയാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.